നിരവധിയായ ആശയ കൈമാറ്റങ്ങളും സംവാദങ്ങളും സജീവമായ ചർച്ചകളും കൊണ്ട് സമ്പുഷ്ടമായ ഈ മൂന്നാം പതിപ്പ് വടകരയ്ക്കൊരു പുതിയ അനുഭവമായി മാറിയിരിക്കുകയാണ്. ഈ സെഷനിൽ പങ്കെടുക്കുന്ന കവിതാ ബാലകൃഷ്ണൻ, സുധീഷ് കോട്ടേമ്പ്രം എന്നിവരെയും ഇതിൽ സന്നിഹിതരായിരിക്കുന്ന ആസ്വാദകരെയും എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സജീവമായ ചർച്ചകൾ ആരംഭിക്കാൻ ഞാൻ ഈ രണ്ടുപേരോടും വിനയപൂർവ്വം ആവശ്യപ്പെടുന്നു. നമസ്കാരം. നന്ദി. ചിത്രകലയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും ചിത്രകലയിലെ നൂതന പ്രവണതകൾ എന്നാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇത്തരത്തിലുള്ള ചർച്ചകളിൽ സ്വതവേ നമ്മൾ ഈ നൂതന പ്രവണതകൾ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ആലോചിക്കുന്നത് വളരെ നാഗരികമായിട്ടുള്ള നഗരങ്ങളിലൊക്കെ നടക്കുന്ന ഗാലറികളിൽ നടക്കുന്ന ഇപ്പോൾ ബിനാലെ പോലെയുള്ള വളരെ ബ്രാൻഡഡ് സീസൺഡ് ഇവൻറ്റുകൾ, ഫെസ്റ്റിവലുകൾ, ആർട്ട് ഫെസ്റ്റിവലുകൾ, ആർട്ട് ഫെയറുകൾ, ഇതൊക്കെയാണ് നൂതന പ്രവണതകളുടെ ഇടം. പക്ഷേ ഞാനും സുധീഷും ഇക്കാര്യത്തിൽ പരസ്പരം ആലോചിച്ച സമയത്ത് കലയുടെ ചരിത്രമാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിഷയം. അപ്പോൾ ആലോചിച്ച സമയത്ത് തോന്നിയൊരു കാര്യം, ഈ നൂതന പ്രവണതകൾ എന്ന് പറയുന്നത് ഒരു തുടർച്ചയായിട്ട് കാണുകയാണ്. നമ്മളെപ്പോലെയുള്ള ഒരു അത്യന്തം പ്രാദേശികവൽക്കരിക്കപ്പെട്ട് 20-ാം നൂറ്റാണ്ടിൽ കല മനസ്സിലായിട്ടുള്ള ഇടങ്ങളിൽ ഉചിതം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിച്ചത് കലയിലെ ഭാഷയിൽ വരുന്ന മാറ്റങ്ങൾ. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകളും 20-ാം നൂറ്റാണ്ടിൻ്റെ സാഹിത്യത്തിൻ്റെ സാഹിത്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു മാധ്യമവൽകൃത ലോകത്ത് കലയെ പരിചയപ്പെട്ടവരായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ അല്ലെങ്കിൽ ചർച്ചിൽ പോയാൽ അവിടുത്തെ മ്യൂറൽ കണ്ടാൽ ഇതൊരു പാസ്റ്റ് എന്ന് തോന്നുകയും, ഒരു ദാരുശില്പം, ഒരു ആനയുടെ ശില്പം അല്ലെങ്കിൽ ഒരു വള്ളത്തിൻ്റെ ശില്പമൊക്കെ കണ്ടാൽ അത് നമ്മൾ മെമൻറ്റോ കൊടുക്കാനുള്ള സാധനമായിട്ട് മനസ്സിലാക്കുകയും, ഇതൊന്നും നമ്മുടെ സജീവമായ കലയുടെ തലത്തിൽ പ്രവർത്തിക്കുന്നൊരു കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് നമ്മൾ. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം പ്രസാധന സ്ഥാപനങ്ങൾ ധാരാളം ഇവിടെ ഉണ്ടായതുപോലെ മലയാളം എന്ന ഭാഷ തന്നെ ഒരു സ്ഥാപിത വ്യവഹാരമായിട്ട്, അച്ചടി വ്യവഹാരം, പവറുള്ളൊരു വ്യവഹാരമായിട്ട് കേരളത്തിൽ ഉണ്ടായതുപോലെ കലയ്ക്ക് അതിൻ്റേതായ ഒരു, നമ്മളിങ്ങനെ പറയില്ലേ, ഒരു സ്വക്ഷേത്ര ബലം എന്നൊക്കെ പറയില്ലേ, അങ്ങനൊരു സംഗതി കലയ്ക്കുണ്ടായിട്ടില്ല. എന്നാൽ ഇവിടെ അത് അങ്ങനെ ഒരു കേന്ദ്രീകൃത വ്യവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിലും ഇവിടെ അനവധി ദാരുശില്പികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഈ ഇവിടെ അടുത്ത് ബേപ്പൂരാണ് ആൻഷ്യൻ ടൈംസിൽ തുടങ്ങി വലിയ കപ്പലുകൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ പണി ആയുധ നിർമ്മാണത്തിൻ്റെയും ചരക്ക് വ്യവസ്ഥകളുടെയും ഒക്കെ ഒരു സ്ഥലമാണിത്. അപ്പോൾ അനവധി മെറ്റീരിയലുകൾ, മീഡിയങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഗാലറി പ്രാക്ടീസായിട്ടോ ആധുനികമായ അർത്ഥത്തിലുള്ള കലയുടെ അർത്ഥത്തിലോ ആയിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നായിട്ടാണ് കലയുണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള സാധ്യതകളെയൊക്കെ മറന്നുകൊണ്ട് നമ്മളെപ്പോഴാണ് റിയലിസം മാത്രമാണ് കലയുടെ പണി എന്ന് മനസ്സിലാക്കിയത്? അത് 20-ാം നൂറ്റാണ്ടിലാണ്. എന്ന് വെച്ചാൽ പകർത്തും കലയാണ് ചിത്രണം എന്തൊരു തോന്നൽ. അപ്പോൾ ഈ ചിത്രകാരിയുടെ പണി എന്താണ്? കാണുന്നതിന് ഭംഗിയായിട്ട് പകർത്തി വരയ്ക്കാൻ പറ്റിയാൽ അയാൾ മിടുക്കനോ മിടുക്കിയോ ആവും. അല്ലെങ്കിൽ കല എന്ന് പറഞ്ഞാൽ അതിന് അതാണ് എന്നൊരു തോന്നലിലേക്ക് നമ്മളെ എത്തിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വളരെയധികം രവിവർമ്മ മുതലുള്ള ഒരു കോളനിവൽക്കരണമുണ്ട് റിയലിസം കൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ. അതിനൊരു പ്രശ്നം ഇപ്പോൾ ഈ കുപ്പിയുടെ ചിത്രം ഈ കുപ്പിക്ക് പകരം നിൽക്കും എന്നൊരു തോന്നൽ സത്യത്തിൽ ശരിയാണ്. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കാണിക്കാൻ എനിക്ക് ആ ചിത്രം മതി. പക്ഷേ ആ ചിത്രത്തിൽ കുപ്പി ഇല്ലെന്നുള്ളത് നമ്മൾ മറന്നു പോവും.
ഇപ്പം ഇത് ശരിക്കും കുപ്പിയുമല്ല, പ്ലാസ്റ്റിക് ബോട്ടിലിനെ പറയാൻ പറ്റുള്ളൂ അല്ലേ. കുപ്പി എന്നുള്ള വാക്ക് ഗ്ലാസ് എന്നുള്ള വാക്കിന് വേണ്ടി നമ്മൾ വന്നതാ. വാക്കിനിങ്ങനെ ഭയങ്കര വഴുതലൊക്കെ ഉണ്ട്, പക്ഷേ രൂപങ്ങൾക്ക് ഇങ്ങനെ ഒരു വഴുതൽ നമ്മൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റിയലിസം എന്ന് പറഞ്ഞ ഭാഷ നമ്മുടെ ഇടയിൽ ഇതുപോലൊരു അർത്ഥത്തിൻ്റെ ഒരു ദുർഭരണത്തിലാണ് നിൽക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇമേജ് മേക്കിങ്ങിൻ്റെ അവാസ്തവികത ഉപയോഗിച്ച് നമ്മൾ വാസ്തവങ്ങളെയൊക്കെ നിർമ്മിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ പ്രതിനിധാനത്തിൻ്റേതായൊരു രാഷ്ട്രീയം, അതായത് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വസ്തുവിൻ്റെ ചിത്രത്തിൽ വസ്തു ഇല്ലാത്തതുപോലെ വസ്തുവിൻ്റെ ചിത്രം ഉപയോഗിച്ചുള്ള രാഷ്ട്രീയത്തിലും വസ്തുവിൻ്റെ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം ഉണ്ടാവണമെങ്കിലോ ശരീരം സന്നിഹിതമായിരിക്കണം. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കരണങ്ങളൊക്കെ നടന്നത് ഉടലുകൊണ്ടാണെന്ന് ഓർക്കണം. ഈ ഉടലുകൾ കൊണ്ട് മുന്നിൽ വന്ന് നിന്ന് മാറുമറിക്കൽ സമരമാണെങ്കിലും കല്ലുമാല സമരമാണെങ്കിലും അയ്യങ്കാളിയുടെ വലിയ സമരങ്ങളെല്ലാം ആണെങ്കിലും എല്ലാത്തിലും പഞ്ചമിയുടെ ഒരു ഉടലോടെയാണ് പഞ്ചമിയെ കൊണ്ടുവരുന്നത്, അറിയോ. അപ്പോൾ എല്ലാ രാഷ്ട്രീയങ്ങളും ശരീരം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ നമുക്കിടയിൽ മാധ്യമവൽക്കരിക്കപ്പെട്ട പുരുഷാധിപത്യമുള്ള അച്ചടി ആധുനികതയിൽ നമ്മൾ ഈ ശരീരങ്ങളുടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ശരീരങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ രാഷ്ട്രീയങ്ങളെ രൂപീകരിച്ചത്. അപ്പം നമ്മുടെ റിയലിസം സത്യത്തിൽ വ്യാജമല്ലേ എന്ന് ആലോചിക്കേണ്ട ഒരു ഘടനയിൽ ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നത് ഒരു പക്ഷേ KCS പണിക്കരുടെയൊക്കെ കാലെത്തിയപ്പോഴാണ്. കലയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചിത്രത്തിന് പകരം ഒരു ബ്രേക്ക് ഇവിടെ വേണം. പക്ഷേ റിയലിസം പൊളിക്കണമെന്നല്ലാതെ എന്തവിടെ വരണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണ, അതായത് നമ്മൾ ചെയ്യുന്ന ഒരു വ്യാജമായ ഇമേജ് നിർമ്മിതിക്ക് പകരം ശരീരാവിഷ്ടമായ പ്രവൃത്യുന്മുഖമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പണി, അതിൽ കലയുണ്ടെന്ന് പറയാൻ നമുക്ക് അറിയാതെ ആയിപ്പോയി. നമ്മുടെ പെർഫോമൻസ് പ്രാക്ടീസ് ശരിക്കും ഒരു പ്രോസസ്സാണ്. പെർഫോമൻസ് പ്രാക്ടീസുകളൊക്കെ കണ്ട് പഠിക്കുന്നവർ ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. പുതിയ പ്രവണതകളിൽ നമ്മുടെ കലയുടെ ഭാഷ മാറുന്നത് ഈ ശരീരബദ്ധമായിട്ടുള്ള നമ്മൾ എംബോഡീഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന പെർഫോമൻസ് പ്രാക്ടീസുകൾ, ലാൻഡ് ആർട്ട്, സൈറ്റ് സ്പെസിഫിക് ആർട്ട് അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ നമുക്കൊരു പ്രശ്നം, ഇൻസ്റ്റലേഷൻ വന്നത് പുറത്തുനിന്നാണ്. അതായത് ഇൻസ്റ്റലേഷൻ എന്നുള്ള പ്രയോഗം വന്നത് നമുക്ക് യൂറോപ്യൻ ആർട്ടിൽ നിന്നാണ്. യൂറോസെൻട്രിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത് ആദ്യം. അപ്പോൾ നമുക്ക് അടുത്ത പ്രശ്നം, ഇതൊക്കെ നമ്മുടെയാന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷേത്രത്തിൽ ഇൻസ്റ്റലേഷൻ ആണല്ലോ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങി. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയാണുള്ളത്, പ്രതിഷ്ഠാപനമല്ല. പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രതിഷ്ഠയ്ക്ക് അതിൻ്റെ അനുസാരികൾ, അതിൻ്റെ അനുസരണാ വിധേയത്വം കൂടി അതിൻ്റെ കൂടെ കിടക്കുന്നുണ്ട് പ്രതിഷ്ഠയിൽ. പക്ഷെ പ്രതിഷ്ഠാപനത്തിൽ ഈ പ്രതിഷ്ഠയുടെ ഉള്ളിലുള്ള ഗോത്രങ്ങളൊന്നും പ്രതിഷ്ഠാപനത്തിന് വേണ്ട. പ്രതിഷ്ഠയും പ്രതിഷ്ഠാപനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പം നമ്മളെപ്പോലെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇരിക്കുന്ന നമ്മൾക്ക് വസ്തുവിൻ്റെ സന്ദർഭം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും മീനിങ്ങിൽ എന്നുള്ള ആശയം പിടികിട്ടാൻ കുറേ സമയം പിടിച്ചു. ഒരു പക്ഷേ അത് ഇവിടെ നടന്ന അല്ലെങ്കിൽ ഒരു ലോക്കലായിട്ടുള്ള പ്രാക്ടീസുകളിൽ നിന്ന് അല്ല, മ്യൂസിയങ്ങളുടെ പ്രാക്ടീസുകളിൽ നമ്മളുടെ ഭാഷ മാറിയത്. ലോക്കലായിട്ടുള്ള പ്രാക്ടീസുകളിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, തെയ്യം വേഷം കെട്ടുന്ന മനുഷ്യൻ ചെയ്യുന്നത് പെർഫോമൻസ് ആണ്. പക്ഷേ അത് പെർഫോമൻസ് ആർട്ടാണ്, പെർഫോമൻസ് പ്രാക്ടീസ് ആണെന്നും പറഞ്ഞുകൂടാ. പക്ഷെ അതിൽ നിന്ന്, അതിൻ്റെ ശരീരാവിഷ്ടതയിൽ നിന്ന് നമ്മൾ പുതിയ പാഠങ്ങൾ പഠിക്കുന്നു. അപ്പം ഞാനും സുധീഷും ഒക്കെ അടക്കമുള്ള ഒരു തലമുറ സത്യത്തിൽ പാഠങ്ങൾ പഠിച്ചത് ഈ റിയലിസത്തിൻ്റെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് ശരീരാവിഷ്ടമായ ഭാഷകളെ തുറക്കാനാണ്. അപ്പോൾ എനിക്ക് സുധീഷിനോട് പറയാനുള്ളൊരു കാര്യം, എനിക്ക് തോന്നുന്നു സുധീഷ് നമ്മളോട് പറയേണ്ടത്, സുധീഷ് ധാരാളം പഠിച്ചിട്ടുള്ളത് ഈ റിയലിസവും പ്രകൃതി ലാൻഡ്സ്കേപ്പ് ആർട്ടും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് പലപ്പോഴും അകന്നു നിന്ന് നോക്കിക്കാണാനുള്ളൊരു സ്ഥിരതയുള്ള സ്ഥിതമായിട്ടുള്ളൊരു സ്ഥലമായിട്ട്, അതിൻ്റെ പടമായിട്ടാണ്, അതിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ടാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് വരയ്ക്കാൻ പഠിച്ചിരിക്കുന്നത്. പക്ഷേ സുധീഷിൻ്റെ പഠനങ്ങളിൽ ഈ ലാൻഡ്സ്കേപ്പും റിയലിസവും പുതിയൊരു കാലത്തിൽ കേരളത്തിലെ കലാകാരന്മാരുടെ ഇടയിൽ എങ്ങനെ മാറി എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ അന്വേഷണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് സുധീഷ് ഒന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കി പറയും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിഷയം ചിത്രകലയിലെ നൂതന പ്രവണതകൾ എന്നാണ്. ഇപ്പോൾ ടീച്ചർ സൂചിപ്പിച്ച പോലെ
നൂതന പ്രവണതകൾ എന്ന് പറയുന്നതിന് മുമ്പ് ചിത്രകലയിലെ പ്രവണതകൾ തന്നെ നമ്മൾ വാസ്തവത്തിൽ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു കോണ്ടെക്സ്റ്റ്, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സാഹിത്യ സമൂഹം എന്നാണ് പറയാൻ പറ്റുക. കാരണം നമ്മളിൽ ടെക്സ്റ്റിലൂടെയാണ് നമ്മൾ ഈ ഇമാജിനേഷനെയൊക്കെ പരിചയിച്ചത്. നമുക്ക് അതുകൊണ്ടാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളൊക്കെ തന്നെ ഇത്ര സജീവമാകുന്നതും ഇക്കാലത്തെന്ന് എനിക്ക് തോന്നിയത്. കാരണം നമുക്കൊരു വായനാ സംസ്കാരവും ഒരു ലൈബ്രറി സംസ്കാരവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കലാസംസ്കാരം, പ്രത്യേകിച്ചും ചിത്രശില്പകലകളുടെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമുക്കത്ര ഒരു കലാസംസ്കാരം, ഒരു കലാസമൂഹം ആണ് നമ്മൾ അടിയുറച്ച് പറയാനായിട്ട് നമുക്ക് പറ്റിയിരുന്നില്ല. എന്നാൽ കലയില്ലാത്തത് കൊണ്ടാണെന്ന് വെച്ചാൽ അല്ല, കല ഈ പറഞ്ഞ പോലെ പല മട്ടിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനെ കല എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടീസിനെ ആധുനിക കല എന്ന രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ആർട്ട് എഡ്യൂക്കേഷനിലൂടെയൊക്കെ വന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള, ഇപ്പോൾ രവിവർമ്മയെക്കുറിച്ചൊക്കെ നമ്മൾ പറയും, KCSനെ പറ്റി പറയും. നമ്മൾ ആർട്ട് ഹിസ്റ്ററിയുടെ ഒരു ഔട്ടർ ലൈൻ വരയ്ക്കുമ്പോൾ എടക്കൽ കേവ് നിന്ന് തുടങ്ങും. അവിടെ നിന്ന് തുടങ്ങിയാൽ പിന്നെ രവിവർമ്മയിലാണ് എത്തുന്നത്. അത് കഴിഞ്ഞാൽ KCS, അത് കഴിഞ്ഞ് പിന്നെ ഒരുപക്ഷെ ബിനാലയിലോ അല്ലെങ്കിൽ ഏറ്റവും കണ്ടംപററി ആയിട്ടുള്ള സ്ഥലത്തെത്തും. ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ ആർട്ട് ഹിസ്റ്ററി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ കംപ്ലീറ്റ്ലി സ്കാറ്റേർഡ് ആയിട്ടുള്ള, ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു തോട്ടാണ്. അത് പറയാൻ കാരണം, നമ്മൾക്ക് കല എന്ന് നമ്മൾ വ്യവഹരിക്കുന്ന ഒരു കാര്യം ആരാണ് നമ്മളെ പരിശീലിപ്പിച്ചതെന്നുള്ളതാണ്. അത് ഒരു പരിധിവരെ ഈ പറഞ്ഞ പോലെ രവിവർമ്മയുടെ ഒരു ഭാവുകത്വം സ്വാഭാവികമായിട്ട്, അതുകൊണ്ടായിരിക്കാം ടീച്ചർ സംസാരിച്ചപ്പോൾ റിയലിസം എന്നുള്ള വാക്ക് വന്നത്. അത് അക്കാഡമിക് റിയലിസം എന്നാണ് ആർട്ട് ഹിസ്റ്ററിയിൽ പറയുന്നത്. രവിവർമ്മയുടെ ഒരു ഭാഷാ രീതിയെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, രവിവർമ്മ 904-906 രവിവർമ്മയുടെ ജീവിതം അവസാനിച്ചെങ്കിലും അതിന് പിന്നെ തുടർന്ന് വരുന്ന ഒരു നൂറ്റാണ്ടോളം രവിവർമ്മയുടെ അനുയായികളോ അല്ലെ അനുരണനങ്ങളോ ഉണ്ടായിരുന്നു. അപ്പോൾ K. നാരായണ മേനോൻ പോലെ, അല്ലെങ്കിൽ മാധവ മേനോൻ, MS വല്യത്താനെ പോലെ നമ്മളധികം കേരള കലാചരിത്രം പഠിച്ചിട്ടില്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ കടന്നു വന്നാണ് നമ്മൾ മോഡേണൈസേഷനിലേക്ക് എത്തുന്നത്. നമ്മൾ മോഡേണൈസേഷൻ എന്ന് പറയുന്ന ആ പ്രോജക്റ്റ് ഹേബർമാസൊക്കെ പറയുന്ന പോലെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. കാരണം കല എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ, അല്ലെങ്കിൽ സത്യത്തിൽ നമ്മൾ കലാവസ്തു നേരിട്ട് കണ്ടിരുന്നില്ല. നമ്മൾ ഈ പറയുന്ന കല എന്ന് വിളിച്ചപ്പോഴൊന്നും ഇത് നമ്മൾ കണ്ടിട്ടില്ല. വാൻ ഗോഗിനെ നമ്മൾ അറിഞ്ഞത് പ്രിൻറ്റിലൂടെയാണ്, ഡാവിഞ്ചിയെ അറിഞ്ഞ പ്രിൻറ്റിലൂടെയാണ്. അന്നത്തെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ കവർ ചിത്രങ്ങൾ ഈ പറഞ്ഞ പോലെ വെസ്റ്റേൺ ആർട്ടിൻ്റെ ആയിരുന്നു. നമുക്ക് കിട്ടിയിട്ടുള്ള ആർട്ട് ഹിസ്റ്ററിയും കേസരി മുതൽ EMJ വെണ്ണിയൂരിനെ പോലുള്ള ആളുകൾ, രാമവർമ്മയെ പോലുള്ള ആളുകൾ ഒക്കെ തന്നെ ഈ വെസ്റ്റേൺ ആർട്ടിനെ പരിചയപ്പെടുത്തുന്ന പ്രോജക്റ്റിൽ ഏർപ്പെട്ടത്. സോ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒരു ആർട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ, ഒരു പൊതുസമൂഹത്തെ സാക്ഷരരാക്കാൻ ശ്രമിച്ച അതിൻ്റെ മാനകങ്ങളൊക്കെ തന്നെ വെസ്റ്റേൺ ആർട്ടിനെ കിടപിടിക്കുന്ന ഒന്നായിരുന്നു. അപ്പോൾ ഇത്തരം ഒരു മോഡേണൈസേഷൻ്റെ സമയത്താണ് മറ്റ് പ്രാക്ടീസ്, ഈ പറഞ്ഞ തദ്ദേശീയമായിട്ടുള്ള സംസ്കാരങ്ങളൊക്കെ തന്നെ ഒരു തരത്തിൽ മൈനറാക്കപ്പെട്ടത്. ആ മൈനറായ കൂട്ടത്തിലാണ് ഒരുപക്ഷെ ടീച്ചർ കഴിഞ്ഞ ദിവസം എഴുതിയ അവിടുത്തെ ഈ മര കൊത്തുപണികളുടെ ഒരു പണിയിൽ ഇപ്പോൾ ഈ സൂചിപ്പിച്ച ഉരു നിർമ്മാണത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കളമെഴുത്തിൻ്റെയോ ഈ പറയുന്ന ടെമ്പോറലായിട്ടുള്ള പലതരം റിച്വലിസ്റ്റിക് ആയിട്ടുള്ള പ്രാക്ടീസൊക്കെ തന്നെ വിഷ്വൽ ആർട്ടിൻ്റെ പരിഗണനയിൽ നമ്മൾ കൂട്ടിയിരുന്നില്ല. അത് അതർ മൈനറായിട്ട് തന്നെ കിടന്നു. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ജ്യോതീന്ദ്ര ജെയിനെ പോലുള്ള ആർട്ട് ഹിസ്റ്റോറിയന്മാർ അതർ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 70s ഭാരത് മ്യൂസിയത്തിലൊരു ഷോ നടത്തുകയാണ്, ഒരു ക്യൂറേറ്റഡ് ഷോ ആണ്. അതിനകത്ത് ഈ നമ്മൾ ഫോക്ക് എന്ന് വിളിച്ചിരുന്ന ആളുകളെ തന്നെയാണ് കൊണ്ടുവന്നത്, ഫോക്ക് ആർട്ടിസ്റ്റുകൾ. അപ്പോൾ അതാണ് ഫോക്ക് കണ്ടംപററി എന്ന ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ പിന്നീട് വരികയാണ്. എന്താ ഫോക്കിന് കണ്ടംപററി ആയിക്കൂടെ? നമ്മളിപ്പോൾ കണ്ടംപററി, അർബൻ, ന്യൂ മീഡിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ പറഞ്ഞ അർബൻ സ്പേസാണ്. എന്തുകൊണ്ടൊരു ന്യൂ മീഡിയ ആർട്ട് നമ്മളൊരു വില്ലേജിൽ നിന്ന് ആലോചിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉണ്ട്. കാരണം എപ്പോഴും നമ്മൾ കാറ്റഗറൈസേഷനിനകത്താണ് കലയെ പരിഗണിച്ചെന്നുള്ളതാണ്. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ഈ കലയെ പറ്റിയിട്ടുള്ള ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്
നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെയാണ് ഈ പറയുന്ന ഒരു ഡെഡ് എൻഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് പ്രാക്ടീസും നമ്മൾ എടുത്തെന്ന് ഞാൻ പറയാം. കാരണം ലാൻഡ്സ്കേപ്പ് മോശം കാര്യമൊന്നുമല്ല, ലാൻഡ്സ്കേപ്പ് ഇപ്പോഴും ചെയ്യാം. പക്ഷേ ഏത് പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് നിങ്ങൾ ആ ലാൻഡ്സ്കേപ്പ് കാണുന്നതെന്നുള്ളതാണ്. ഞാൻ നോക്കിയിടത്തോളം കേരളത്തിൽ ഇപ്പോൾ നമ്മൾ 2025 ഇരിക്കുമ്പോഴും മലയാളി ആർട്ടിസ്റ്റുകൾ ഒരു പരിധി ഒരു 80% ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പ് ആർട്ട് തന്നെ. ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും അവരുടെ കലയിൽ ഒരു പ്രകൃതി ചിത്രം എന്ന് പറയുന്നൊരു സാധനം. പക്ഷേ ഈ പ്രകൃതി എന്ന് പറയുന്നതിനെ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻവയോൺമെൻ്റൽ ആയിട്ടല്ല, അല്ലെങ്കിൽ ഒരു പാരിസ്ഥിതിക രാഷ്ട്രീയം അല്ലെങ്കിൽ പാരിസ്ഥിതിക അനുഭവങ്ങളോ ഒന്നും തന്നെയല്ല. പകരം നേരത്തെ നമ്മൾ കലണ്ടർ ഇമേജിലൂടെ കൈമാറി കിട്ടിയിട്ടുള്ള ഒരു ഭാഷയ്ക്ക് അതിനടുത്ത ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്കാണ് പലരും, എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, പല ആർട്ടിസ്റ്റുകൾ ആ രീതിയിലാണ് സമീപിക്കുന്നത്. അതേസമയത്ത് നമുക്കറിയാം വെസ്റ്റേൺ ആർട്ടിൽ നമുക്കറിയാം മാനയെ പോലുള്ള ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ ഇംപ്രഷനിസ്റ്റുകളൊക്കെ തന്നെ അതിനൊരു കോഴ്സ് ഉണ്ടായിരുന്നു. ഒരു സോഷ്യൽ കോഴ്സിനകത്തു നിന്നാണ് ഇപ്പോൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് അതിനെ തുടർന്ന് നമുക്കറിയാം 70s നമ്മൾ പിന്നെ മലയാള സിനിമയിൽ ടി വിയിലൊക്കെ നമ്മൾ കാണുന്ന യുഗ്മഗാനങ്ങളൊക്കെ പെട്ടെന്ന് പിന്നെ ഊട്ടിയിലോ അല്ലെങ്കിൽ ഷിംലയിലൊക്കെ പോകും പാട്ട്, ഹിന്ദി സിനിമാ ഗാനം. അത് സത്യത്തിലൊരു നെഹ്റുവിയൻ മോഡേണിറ്റിയുടെ പിന്നെ റിഫ്ലക്ഷനായിരുന്നു ഈ പറയുന്ന ടൂറിസം പോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യർ പുറത്തേക്ക് പോകുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ലാൻഡ്സ്കേപ്പാണ് സത്യത്തിൽ നമ്മൾ യുഗ്മഗാനങ്ങളിലൊക്കെ കണ്ടിരുന്നത്. ഇന്നതൊരു നൊസ്റ്റാൾജി ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചിത്രേ ഉള്ളൂ, ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോഴും ഇപ്പോൾ അതേ സമയത്ത് വെസ്റ്റേൺ ആർട്ടിൽ ലാൻഡ്സ്കേപ്പൊക്കെ മാറി ലാൻഡ് ആർട്ടാവുകയും എൻവയോൺമെൻറ്റൽ ആർട്ടാവുകയും എക്കോളജി, ആർട്ട് ആൻഡ് എക്കോളജി എന്നുള്ള നിലയ്ക്ക് അതിന് വേറെ മാനങ്ങൾ കൈവരികയും ചെയ്തു. പക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വളരെ അല്ലലില്ലാത്ത ഒരു പ്രകൃതിയെ മാത്രം നമ്മൾ എടുക്കുന്നു എന്നുള്ളിടത്താണ് എൻ്റെ വിമർശനം ഇരിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ റിയലിസം അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ കാണാനും പഠിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കല, ഇപ്പോൾ പുതിയ പ്രവണതകൾ സൂചിപ്പിച്ചുകൊണ്ട് പറയണം. അപ്പം പ്രവണതകൾ ഒരുപക്ഷെ ഈ ഭാഷ, ചിത്രഭാഷ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സാഹിതീയമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്കൊരു നാരേറ്റീവ് സ്ട്രക്ചർ ഉണ്ട്. ഇതെന്താണ്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ചിത്രത്തിനൊരു കഥ വേണം, സിനിമയ്ക്ക് ഒരു കഥ വേണം, എന്നാൽ മാത്രമേ നമുക്ക് അതിനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ആ മെറ്റീരിയലും അപ്പോൾ നമ്മൾ പുതിയ ഒരു കലയെപ്പറ്റി പറയുമ്പോൾ മെറ്റീരിയൽ തിങ്കിങ് എന്നാണ് പറയുന്നത്. അതായത് ചിന്ത വേറെയും മെറ്റീരിയൽ വേറെയല്ല. മെറ്റീരിയൽ ഇറ്റ് സെൽഫ് ക്യാൻ ബി എന്താ പറയുക ഒരു തോട്ടിൻ്റെ ചാനലായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ചണം അല്ലെങ്കിൽ ഒരു ചാക്ക്, ഇപ്പോൾ നിങ്ങൾ പുതിയ ഈ പറയുന്ന ആർട്ടിലൊക്കെ കാണാം ഇങ്ങനെയുള്ള വളരെ ഫ്രജൈലായിട്ടുള്ള മെറ്റീരിയലൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ചും ഫെമിനിസ്റ്റ് ആർട്ടിലൊക്കെ തന്നെ വീവിങ്, തുന്നൽ പ്രക്രിയയൊക്കെ എങ്ങനെയാണ്? തുന്നലൊക്കെ നമ്മൾ വളരെ മൈനറായിട്ടുള്ള സംഭവമായിട്ടാണ് കണ്ടത്, അത് സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പം മൃണാളിനി മുഖർജിയെ പോലെ അല്ലെങ്കിൽ പുതിയ വരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ പൂജിത, അപ്പോൾ ഒരുപാട് ഫൈൻ ആർട്സ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറേ വിമൻ ആർട്ടിസ്റ്റുകൾ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരം മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്? ക്ലോത്ത്, നീഡിൽ വർക്ക്. ഇപ്പം നീഡിലിംഗ് എന്ന് പറയുന്നതിന് ഒരു തോട്ടിൻ്റെ ഒരു സംഗതിയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ്. ഇപ്പോൾ ഇതിനൊന്നും നമ്മൾ ഇതുവരെ ഒരു 2000 വരെയൊക്കെ നമ്മളിതിനെയൊക്കെ ഒരു എന്താ പറയുക ഹൈ ആർട്ടായിട്ട് കണ്ടിരുന്നില്ല. കാരണം ഹൈ ആർട്ട് ആവണമെങ്കിൽ നിങ്ങൾ ഓയിൽ പെയിൻറ്റോ അക്രിലിക്കൊക്കെ ചെയ്യണം. ഇപ്പം ഇത്തരം കാര്യങ്ങൾ, മണ്ണിൽ ചെയ്യുന്ന പണി, തുണിയിൽ ചെയ്യുന്ന പണി, ഇതൊക്കെ നമ്മൾ പരിഗണിക്കാൻ ഇത്രയും സമയമെടുത്തു. ഞാൻ പറഞ്ഞാൽ ഇവിടെയാണ് എനിക്ക് തോന്നേണ്ടത് ഒരു ഡീകൊളോണിയൽ പെർസ്പെക്റ്റീവ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ഡീകൊളോണിയൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് വെറുതെ നമ്മൾ പോസ്റ്റ് കൊളോണിയൽ മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ കുറേ കാലമായിട്ട്. പക്ഷേ ഒരു ഡീകൊളോണിയൽ പ്രാക്ടീസ് അത് നമുക്ക് സമ്മതമായിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞാൽ നമ്മൾ സന്നിഹിതമായിരിക്കുന്ന, നമ്മുടെ സന്നിഹിതത്വത്തെ പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടീസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒരു പക്ഷേ കണ്ടംപററി എന്നോ അല്ലെ ന്യൂ മീഡിയ എന്നൊക്കെ പറയുമ്പോഴും എങ്ങനെ നമുക്ക് ഈ വടകരയിൽ നിന്ന് എങ്ങനെ കണ്ടംപററി ആവാം, വടകരയിൽ നിന്നെങ്ങനെ ന്യൂ മീഡിയ ആവാം എന്നും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.
എന്താണ്? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റ്. ഈ കോളനൈസേഷനാണ് നമ്മളോട് ആർട്ട് ക്രാഫ്റ്റ് എന്നുള്ള രണ്ടായിട്ട് വിഭജിച്ചതും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കൊച്ചവന്മാരും ആശാരിമാരും കാർവേഴ്സും ഒക്കെ ചെയ്യുന്ന പണികളൊക്കെ ക്രാഫ്റ്റ് ആവുകയും ഓയിൽ പെയിൻറ്റിങ് ചെയ്യുന്ന ഫൈൻ ആർട്സ് ആവുകയും ചെയ്തത്. ഇത് കൊളോണിയൽ. ഇവിടെ പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള അതിനൊരു മാറ്റം കൊണ്ടുവന്നു ജ്യോതീന്ദ്ര ജെയിനെ പോലുള്ള ആളുകളുടെയൊക്കെ ഒരു ഫോക്ക് കണ്ടംപററി എന്നുള്ള ആശയം. പക്ഷെ ആലോചിച്ച് നോക്കൂ, അത് എത്ര കോൺട്രഡിക്ടറിയാണ്. ഫോക്കും കണ്ടംപററിയും അടുത്തിരുന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കോളനൈസേഷൻ സാധിച്ച അതേ അധികാര ബന്ധങ്ങൾ വരും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കാലത്ത് ജങ്കർ സിംഗ് ശ്യാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോക്ക് ആർട്ടിസ്റ്റ്, ഗോണ്ട് വംശജൻ, അദ്ദേഹം ധാരാളം പെയിൻറ്റിങ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ജപ്പാനിലെ ഒരു മ്യൂസിയം ഉടമ അങ്ങോട്ട് കൊണ്ടുപോയി ചിത്രം വരപ്പിച്ചു. അപ്പോൾ ജപ്പാനിലേക്ക് പോകാം, ജോലിയായി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടും എന്നുള്ളത് കൊണ്ട് ആൾ ഈ ചിത്രം വരയ്ക്കാൻ തയ്യാറായിട്ട് അങ്ങോട്ട് പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ എത്രയോ എണ്ണം വർക്കുകൾ ചെയ്ത് നിങ്ങൾ തീർക്കണം എന്ന് പറഞ്ഞുള്ള കോൺട്രാക്റ്റാണ് അദ്ദേഹം മുമ്പിൽ വെക്കുന്നത്. ആ മ്യൂസിയത്തിൻ്റെ ആൾ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നാട്ടിൽ പ്രസവിക്കാൻ കിടക്കുക, കുട്ടി ഉണ്ടായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഭാര്യ അവിടെ നാട്ടിൽ പ്രസവിച്ചിരിക്കുകയാണ്, എനിക്ക് കുട്ടിയെ കാണാൻ പോകണം എന്നുള്ള ഒരു വിഷമം ഉള്ളിൽ വന്ന് കയറിയതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ പടം വരെ നിന്നുപോയി. പക്ഷേ അവിടെ വലിയ പ്രഷറായി, നിങ്ങളത് ചെയ്തില്ലെങ്കിൽ തിരിച്ചു പോയാൽ നിങ്ങളിൽ നിന്ന് പണം ഈടാക്കും എന്ന് പറഞ്ഞിട്ടുള്ള വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു കച്ചവട തന്ത്രം അവർ പ്രയോഗിക്കുകയും, നാഗരികത അങ്ങനെയാണ്, നഗരവൽകൃതമായിട്ടുള്ള കലാബോധം അത് അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതായത് ഫോക്കിനെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന ഒന്നായിട്ട് മാത്രമാണ് അതർ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു നോഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. അവിടെയാണ് സുധീഷ് പറഞ്ഞ ഈ ഡീകൊളോണിയൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ തന്നെ ചുറ്റുപുറങ്ങളിൽ ആധുനികമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഷെയർ ചെയ്ത് ജീവിച്ചിരുന്ന ക്രാഫ്റ്റ്സ് പീപ്പിൾ ആണെങ്കിലും ആരാണെങ്കിലും ആ മനുഷ്യരെ കൂടി ഉൾച്ചേർത്തുകൊണ്ട് ഒരു നൂതന പ്രവണതയെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതെങ്ങനെയെന്നുള്ളതാണ് പ്രശ്നം. അതിനെ പറ്റിയൊരു മെത്തഡോളജി എന്താണ്? ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് അതിന് പലതരം തിയററ്റിക്കൽ കാര്യങ്ങൾ ഇവിടെ സൈറ്റ് ചെയ്യാമെങ്കിലും അതൊക്കെ വിട്ടിട്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ദ്രിയാനുഭവങ്ങളുടെ ഒരു ഭാഷയാണ് കല. അപ്പോൾ ഇന്ദ്രിയാനുഭവങ്ങൾ എല്ലാ വിധത്തിലുള്ള ശാരീരിക അനുഭവങ്ങൾക്കും ഉണർവ് നൽകുന്ന, അല്ലെങ്കിൽ ആ അനുഭവത്തെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് കലയെങ്കിൽ, ഇന്ദ്രിയാനുഭവങ്ങളുടെ സംസ്കാര ചരിത്രത്തിലാണ് നമ്മൾക്ക് പുതിയ കലയുടെ നൂതന പ്രവണതകളെ കാണാൻ പറ്റും. അങ്ങനെ പറയുമ്പോൾ ഓയിൽ പെയിൻറ്റിങ് അതിൽ ഒന്ന് മാത്രമാണ്. അകന്ന് നിന്ന് നോക്കിയാൽ സുന്ദര ചിത്രം എന്ന് കാണാവുന്ന അത്ഭുതകരമായ ഒരു കഴിവ് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഓയിൽ പെയിൻറ്റിങ്ങിന് ഉണ്ടായിരിക്കാം. പക്ഷേ ചെറുപ്പിലെ മരാശാരി ഉണ്ടാക്കണ ആന, ആ ആനയുടെ വാല് എന്തുകൊണ്ടാണ്, ആനവാലിൻ്റെ തുമ്പത്തെ ഒരു കുഞ്ഞു രോമങ്ങൾ കൂട്ടിക്കെട്ടിയിട്ടാൽ എങ്ങനെയിരിക്കും എന്നുള്ളത് വരെ നോക്കിയിട്ടാണ് ആ ആനകളെ അവിടുത്തെ ആശാരി മെനയുന്നത്. ആ ആനകളാണെങ്കിലോ സജീവരായിട്ടുള്ള ആനകളാണ്. നമ്മൾ വിൽക്കാനായിട്ട് നേരെ നിൽക്കുന്ന ആനയെ നമ്മൾ വാങ്ങുന്നു, വിൽക്കുന്നു. പക്ഷേ ഈ മനുഷ്യർ ആനയുടെ ജീവിതത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള പോർട്രേയിലും ചെയ്തിട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ? ഈ ചേർപ്പ് പെരുവനം പ്രദേശത്ത് വലിയ എല്ലാ ക്ഷേത്രോത്സവങ്ങൾക്കും ആ നാട്ടിൽ എന്നും ദൂരദേശങ്ങളിൽ നിന്ന് ആന വരും. ഈ ആന വന്ന് കുളിക്കും, പല കാര്യങ്ങളും ആനയുടെ. ആന ജീവിതവും മനുഷ്യ ജീവിതവും പരസ്പരം നോക്കിക്കണ്ട് രസിക്കുന്ന ആന നമ്മളെ നോക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ആനയെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ നോട്ടത്തിൽ നിന്നാണ്, നിരീക്ഷണത്തിൽ നിന്നാണ് നമ്മൾ ഒരു ലാംഗ്വേജ് ആ നാട്ടുകാർ ഉണ്ടാക്കിയത്. അപ്പോൾ നാച്ചുറലിസം നമുക്ക് പല തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. രസം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യർക്ക് അവരുടേതായിട്ടുള്ള മാറ്റങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാക്കി, അവരുടെ കാര്യങ്ങൾ നിലനിന്ന് പോവാതായിരുന്നപ്പോൾ അവർ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി ധാരാളം പുതിയ ഭരണകൂടപരമായ ജനാധിപത്യ വ്യവസ്ഥയിലെ ഭരണകൂടപരമായ കാര്യങ്ങളിൽ ഇടപെട്ടു. പക്ഷെ അപ്പോഴും അവരുടെ ഉള്ളിൽ നിരന്തരമായി നിലനിന്നിട്ടുള്ള ഹെറിഡിറ്ററി പ്രാക്ടീസസിൻ്റെ ഓർമ്മകളുമുണ്ട്. ഒരേ വീട്ടിലെ ഒരാശാരിയുടെ
അനിയൻ ആശാരി ഒരേ മനസ്സാലെ അല്ല ആശാരിയാവുന്നത്. ഒരാൾ പറയുന്നു എനിക്ക് ഈ പാരമ്പര്യ ബന്ധങ്ങളില്ലാതെ അതിനൊക്കെ തകർത്തുകൊണ്ട് എനിക്ക് മറ്റൊന്നാകണം. പക്ഷെ ആ ആൾക്ക് ആധുനിക കല പഠിക്കാൻ വേണ്ടി ഫൈൻ ആർട്സ് കോളേജിലൊന്നും വരാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പേരിൽ അയാൾക്ക് ഒരു ചെറിയ വിഷമവുമുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ ഈ നൂതന പ്രവണതകളിലൊന്നും പെടുത്തുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അയാൾക്ക് ആ വിഷമം വരുന്നത്. അപ്പോൾ സത്യത്തിൽ ചരിത്രത്തിൻ്റെ ഒരു വൻ വിടവ് നമ്മൾ കാണണം. അത് ഒരിക്കലും നേരത്തെ സുധീഷ് പറഞ്ഞ പോലെ വടകരയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയൽ പ്രാക്ടീസുകൾ, മെറ്റീരിയൽ സെൻസിബിലിറ്റീസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ കലയുണ്ടാക്കാൻ പറ്റും. പക്ഷേ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നൊക്കെ ഫൈൻ ആർട്സ് കോളേജുകളിൽ കുട്ടികൾ വരുന്നുണ്ട്. പക്ഷേ ഈ ഫൈൻ ആർട്സ് കോളേജുകളുടെ അകത്ത് ഇപ്പം നമ്മൾ ഈ പറയുന്ന ഒരു മെറ്റീരിയലുകളുടെയും മീഡിയമിസ്റ്റിക് ആയിട്ടൊരു ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. അതിനെ ഉടച്ചു വാർത്തിട്ട് പലതരത്തിലുള്ള മെറ്റീരിയാലിറ്റികളിലേക്ക്, നൂലിലേക്ക്, അല്ലേ, വസ്തുക്കളുടെ സ്വഭാവത്തിലേക്ക്. ഇപ്പോൾ ചാണകം ഉപയോഗിച്ച് വർക്ക് ചെയ്ത ഫെമിനിസ്റ്റ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഈ ചാണകത്തിന് ദുർഗന്ധമുണ്ടെന്ന് കരുതി ആ ദുർഗന്ധം പോലും ഒരു ഭാഷയാക്കാൻ പറ്റുക എന്നുള്ളതാണ് അവരവിടെ ഉപയോഗിച്ച ഇൻസ്റ്റലേഷൻ ഭാഷ. അതിപ്പോൾ പണ്ടേ നമ്മുടെ നാട്ടിൽ നാരായണഗുരുവിൻ്റെ ഒരു വഴിയുണ്ടായിരുന്നു. നാരായണഗുരു കവിയാണെന്നും നമ്മൾ സമ്മതിച്ചിട്ടില്ല, നാരായണഗുരുവിൽ കലയുണ്ടെന്നും നമ്മൾ സമ്മതിച്ചിട്ടില്ല. കലയുടെ ചരിത്രം മുഴുവൻ നമ്മൾ റിയലിസ്റ്റ് രവിവർമ്മയെ കൊണ്ട് കെട്ടി. പക്ഷേ നാരായണഗുരു നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ദൈവികത അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയത എന്ന് പറയുന്നത് അപരവിവേകമാണ് എങ്കിൽ ഈ അപരനും ഞാനും തമ്മിലുള്ള ബന്ധം എപ്പോഴും അസ്ഥിരമാണെന്നുള്ള പോയിന്റും കൂടി ഗുരുവിൻ്റെ കവിതകളിലൊക്കെ ഉണ്ട്. പരസ്പരം യോജിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ പരസ്പരം അറിയാനുള്ള അനുകമ്പയുടേതായിട്ടുള്ള ഒരു തലമുണ്ട്. അത് വളരെ അസ്ഥിരമാണ്. അത് വളരെ അനുഭവിക്കാനേ പറ്റൂ. അത് നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്ത് മറ്റൊന്നാക്കി കാണിക്കാൻ പറ്റില്ല. പ്രേമത്തെ നിങ്ങൾ റോസാപ്പൂ കാണിക്കണ മാതിരി റോസാപ്പൂ ആയിട്ട് നിൽക്കും, പ്രേമം പ്രേമമായിട്ട് നിൽക്കും. അനുകമ്പയെ കാണിക്കാൻ വഴികളില്ല. ആ വഴികളില്ലായ്മയിലാണ് ഒരു പ്രതിഷ്ഠാപനം ആയിട്ടാണ് ഗുരു ഒരു പ്രതിഷ്ഠ നടത്തിയത്. പക്ഷെ അത് ഉപദേശം ആയിരുന്നു എന്ന് എത്ര പേർക്ക് മനസ്സിലായി? അല്ലെങ്കിൽ ആ പ്രതിഷ്ഠാപനത്തിലേക്കുള്ള ഗുരുവിൻ്റെ വഴി നമ്മൾ അടച്ചു കളഞ്ഞു. കാരണം നമ്മൾ അടിസ്ഥാനപരമായി റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രതിനിധാനപരമായൊരു സൊസൈറ്റിയാണ്. നമുക്ക് സത്യം വേണ്ട, വ്യാജസ്ഥാനം മതി. നമുക്ക് ഹ്യൂമനിസം വേണ്ട, ഹ്യൂമനിസ്റ്റ് വ്യാജസ്ഥാനം മതി. അതുകൊണ്ടാണ് അവിടെ മുഴുവൻ ആണുങ്ങളായത്, അവിടെ പെണ്ണുങ്ങളില്ല. ഇപ്പോഴും ഞാൻ ആലോചിച്ചു ഇന്നിവിടെ വന്നിട്ടും, ഞാനും കഥാകൃത്ത് സിത്താര അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പറയായിരുന്നു, എന്താ ഇവിടെ സ്ത്രീകൾ അത്ര അധികം ഒന്നും കാണാത്ത? നമ്മുടെ ജീവിതത്തിലൊക്കെ സ്ത്രീകൾ ഇഷ്ടംപോലെ സാംസ്കാരിക രംഗത്തുണ്ട്. എന്താ ഇതുപോലെ പരിപാടികൾക്ക് ഇവിടെ എന്താ സ്ത്രീകളില്ലാത്ത എന്ന് ഞങ്ങൾ ആകാംക്ഷപ്പെട്ടു എന്നുള്ളൊരു സത്യം ഞാൻ പറയട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, എനിക്ക് തോന്നുന്നു ഇതിനടുത്തൊരു വശം എന്ന് പറയുന്നത് പുരുഷാധിപത്യം അധ്യക്ഷം വഹിക്കുന്ന മത പൗരോഹിത്യത്തിൻ്റെ ആധിപത്യം നമ്മളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റമാണ്. ഇതൊരു പക്ഷേ നമ്മുടെ ആധുനിക കലയെ തന്നെ തിരുത്തി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഭരണകൂടവും കലയും തമ്മിൽ നെഹ്റുവിയൻ കാലത്തുണ്ടായിരുന്ന ഒരു ബന്ധമുണ്ട്, ഉടമ്പടിയുണ്ട്. കാർട്ടൂണിസ്റ്റ് ശങ്കറിനൊക്കെ നെഹ്റുവിനെ എന്ത് വേണമെങ്കിലും വരയ്ക്കാമായിരുന്നു. നെഹ്റു അത് ആസ്വദിക്കുമായിരുന്നു. സെൽഫ് ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ഭരണാധികാരി എന്ന് പറഞ്ഞൊരു സംഗതി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ കലാകാരനും ഭരണകൂടവും തമ്മിലുള്ള ആ ഉടമ്പടി നമ്മൾ സമ്മതിക്കുന്നില്ല. ഒരു ബഹുഭൂരിപക്ഷം മനുഷ്യനും സമ്മതിക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് ഇവിടെ മതവും ഭരണകൂടവും തമ്മിലുള്ള അതിഭീകരമായ അധികാരവാഴ്ച. അപ്പോൾ എന്ത് പറ്റി? മതവും ഭരണകൂടവും തമ്മിൽ നല്ല ഒത്തുവരുത്തമാണ്. പക്ഷെ കലയും ഭരണകൂടവും തമ്മിൽ ഉണ്ടായിരുന്ന ഉടമ്പടിയെ തകർത്ത് കളഞ്ഞതോടുകൂടി കലയുടെ സ്വാധികാരം നഷ്ടപ്പെട്ടു. ഈ സ്വാധികാരം നഷ്ടപ്പെട്ട് നമ്മളെങ്ങനെ അറിയണേ? ഒന്ന്, ഹുസൈനി തുടങ്ങിയതാണ്. ഹുസൈന് തുടങ്ങിയ പ്രശ്നം അക്കാലത്ത് തന്നെ നമ്മളാരും അറിഞ്ഞിട്ടില്ലാത്ത MS യൂണിവേഴ്സിറ്റി ബറോഡയിൽ ഗുലാം മുഹമ്മദ് ഷെയ്ഖ് അക്കാലത്ത് ബോംബെയിലെ തെരുവുകളിൽ റയറ്റിൽ ചോര ഒഴുകിയപ്പോൾ വർഗീയതയ്ക്കെതിരെ പ്രൊട്ടസ്റ്റ് പോസ്റ്റേഴ്സ് ഉണ്ടാക്കി വിദ്യാർത്ഥികളൊത്ത്. ഇതിനൊക്കെ അതിഭീകരമായ എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ആന്തരികമായി അവിടുത്തെ ആഭ്യന്തര പ്രശ്നമായിട്ടാണ് അത് മനസ്സിലാക്കപ്പെട്ടെങ്കിലും വർഷങ്ങൾ ഈ റെസിസ്റ്റൻസിൻ്റെ ഗുലാം മുഹമ്മദ് ഷെയ്ഖ് ഒരു മുസ്ലിം ആണെന്നുള്ളത് കുറേ പേർക്കെങ്കിലും, ഹുസൈൻ അതുവരെ ആധുനിക ചിത്രകാരനായിരുന്നു, ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഇയാൾ മുസ്ലിം ആണല്ലോ,
ഞങ്ങളുടെ മാധുരി ദീക്ഷിതിനെ പ്രേമിച്ചല്ലോ, അതിന് ഈ മുസ്ലിമിന് എന്ത് അധികാരം എന്നൊക്കെ ചോദിക്കുന്ന ഒരു ആന്തരികത അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് തന്നെ സമാനമായ ഒന്ന് ഷെയ്ഖ് ഭായിയുടെ കാര്യത്തിലും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അധികം പേര് അറിഞ്ഞില്ല. 2007 എത്തിയപ്പോൾ, നമ്മളൊക്കെ പഠിച്ചിറങ്ങി പോകുന്നതിന് ശേഷം 1997 ഞാൻ 8 പഠിച്ചിറങ്ങി. ഞാൻ അവിടുന്ന് എന്നെ പഠിപ്പിച്ച മാഷ് 2007 വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് ഒരു പുതിയ ആർട്ട് ഹിസ്റ്ററിയിലേക്ക് അതിഗംഭീരമായിട്ടുള്ള 1 കോടി രൂപയുടെ അക്കാഡമിക് ധനസഹായം ഒക്കെ നേടിയെടുത്ത്, അത് എളുപ്പമല്ല, അത് നേടിയെടുത്ത് അവിടെ പുതിയ വലിയ അക്കാഡമിക് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2007 റൈറ്റ് വിങ് ഫണ്ടമെൻ്റലിസ്റ്റുകൾ യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് അതിക്രമിച്ച് കയറുകയും ഇവിടുത്തെ വിദ്യാർത്ഥി ചെയ്ത വർക്കിൽ മതത്തിനെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ് കടന്നു വരികയും അവിടുത്തെ ഒരു ക്രിസ്ത്യൻ വിഭാഗമാണ് അതിന് വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷെ അതിൽ വന്നത് ഒരു BJP പ്രവർത്തകനായിരുന്നു യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് വന്നത്. ഈ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ മൊത്തത്തിൽ അവസാനം എന്താ ഉണ്ടായേ? ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം നശിച്ചു. ഒരു അധ്യാപകൻ, ആ കലാചരിത്ര വകുപ്പ് വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ്റെ പണി മുട്ടി. പിന്നെ അവിടെ നിന്ന് 0 നിന്ന് യാതൊരു ബെനിഫിറ്റ്സും ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന അധ്യാപകൻ പിന്നെ ഉണ്ടാക്കിയ ജീവിതമാണ് പിന്നെ നമ്മൾ കണ്ടത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ കലാകാരന്മാരെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമായിട്ട് നിന്ന ഒരു അധ്യാപകനും കലാചരിത്രകാരനുമാണ് പ്രൊഫസർ ശിവജി പണിക്കർ. അപ്പോൾ അപ്പോഴാണ് നമ്മളെല്ലാവരും യൂണിവേഴ്സിറ്റി ഓട്ടോണമിയെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ സുധീഷ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചാൽ നല്ലതാണ്. ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഈ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഒരുപക്ഷെ ഇപ്പോൾ പലരും കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഫെമിനിസത്തിൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് ചോദിച്ചതാണ്, ആൺകലയും പെൺകലയും ഉണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഇപ്പോഴും നമുക്കറിയില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളത്. അതായത് ഒരു ഈ പറയുന്ന പോലെ ഒരു പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഈക്വാലിറ്റിയുടെ തലത്തിൽ പലതരത്തിലുള്ള റാഡിക്കൽ ഫെമിനിസത്തിൻ്റെയും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രിട്ടിക്കിൻ്റെയൊക്കെ ഒരു സമയത്ത്, പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേയൊക്കെ ആ ഒരു ഏരിയ, പ്രത്യേകിച്ച് ഫൈൻ ആർട്സ് ഏരിയയിൽ നിന്ന് നമ്മൾ കുറേ അധികം കുട്ടികൾ ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻസൊക്കെ തന്നെ ഈ ആർട്ടിലേക്ക് വരുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷനകത്തും മ്യൂസിയത്തിനകത്തൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീ പ്രാതിനിധ്യം എന്നുള്ള നിലയ്ക്കുണ്ട്. അത് ആ രീതിയിൽ അങ്ങനെ നടക്കുന്നു. ഒപ്പം ടീച്ചർ സൂചിപ്പിച്ചൊരു കാര്യം, ഈ സ്വാധികാരം നഷ്ടപ്പെടുന്ന കലാസ്. ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഒരുപാട് ഇൻസിഡൻറ്റ്, ഇപ്പോൾ 2007 കഥയാണ് ടീച്ചർ പറഞ്ഞെങ്കിൽ അതിന് ശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് തന്നെ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ഇവൻറ്റ്സ്, അതായത് കലാസമൂഹത്തിന് നേരെയുള്ള, അല്ലെങ്കിൽ കല എന്ന് പറയുന്ന നമ്മുടെ ഒരു സങ്കല്പത്തിന് തന്നെ കോട്ടം തട്ടാവുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകൾ. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ കേന്ദ്ര ലളിതകല അക്കാദമി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ടല്ലോ, നമുക്ക് അതിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കുമായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ ഇവൻറ്റ്സ്, അതിൽ വലിയ ഇവൻറ്റ്സ് ഒന്നുമില്ല, ആകെ 10-20 ഇവൻറ്റ്സേ ഉള്ളൂ ടോട്ടൽ. പക്ഷേ ഇതിൽ തന്നെ 90% ഇവൻറ്റ്സും ഈ പറയുന്ന ഒരു കറൻറ്റ് റെജീമിനെ എങ്ങനെ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സാണ്, സെലിബ്രേഷനാണ്. അല്ലാതെ ഒരു തരത്തിലുള്ള ക്രിട്ടിക്കൽ ഇവൻറ്റോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വോയിസസോ അതിനകത്തില്ല. നമുക്കറിയാം, നമ്മൾ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഒരു വലിയ ക്യാമ്പ് നടന്നു മൻ കി ബാത്തിൻ്റെ പേരിൽ. മൻ കി ബാത്തിൻ്റെ പേരിൽ അത് ഡൽഹിയിൽ നടന്നു. അല്ലാതെ വേറെ ഒരു ഷോ ഇതേപോലെ വിഷയം കൊടുത്ത് ആർട്ടിസ്റ്റുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ക്യാമ്പൊക്കെ നടന്നു. അത്തരത്തിൽ പലതരത്തിൽ പ്രത്യേകിച്ച് ഇത് ഇവിടെ മാത്രമല്ല, ഞാൻ പറഞ്ഞ അവിടെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും ദയർ സെൽഫ് സെൻസർഷിപ്പ് അവിടെ അങ്ങനെ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ടു. കാരണം അവിടെ നിന്നൊന്നും ഒരു പുതിയ ആർട്ടിസ്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് BHUവിൽ പോയപ്പോൾ അവിടെ സിലബസൊക്കെ ഉണ്ട്, പക്ഷേ എന്താണ് പ്രാക്ടീസ് നടക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഒരു സ്റ്റേറ്റിനെ എങ്ങനെയൊക്കെ പ്ലീസ് ചെയ്യാന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അക്കണക്കിന് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഫാർ ബെറ്ററാണ്. ആ തരത്തിലൊരു സെൻസർഷിപ്പിനകത്തേക്ക് പോകുന്നില്ല എന്നുള്ളതുകൊണ്ട്.
ഇങ്ങനെ നിരന്തരമായിട്ട് ഒരു അവിടെയാണ് നമ്മൾ പുതിയ കല അല്ലെങ്കിൽ പുതിയ പ്രവണത എന്നൊക്കെ പറയേണ്ടി വരുന്നത്. കാരണം ഇവിടെയുള്ള നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ കറപ്റ്റഡ് ആണെന്നുള്ളതാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം അല്ലാത്തടുത്ത് ഇപ്പോൾ ഈ കേരളത്തിൽ പറയുന്നത് വെച്ചാൽ എല്ലാ വിദ്യാർത്ഥികളും വിദേശത്തേക്ക് പോകുന്നുള്ള പറയുന്നത് ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. പക്ഷെ അവരത് അച്ചീവ് ചെയ്യുന്നു. എന്താ പറയുക, അവർക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് ഉള്ള ആലോചനകൾ നമ്മുടെ ഒരു തലമുറയേക്കാൾ ഇപ്പോൾ നേരത്തെ ജെൻസിയെ പറ്റി പറയുമ്പോൾ എങ്ങനെ ആലോചിച്ചാണ് കുറേ കൂടെ ഈ പറയുന്ന ഒരു എന്താ പറയുക ഏജൻസി ഉള്ള ഒരു സ്റ്റുഡൻസാണ് പുതിയത് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ എവിടെയാണ് പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ അവർക്ക് എളുപ്പം പറ്റുന്നുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ നാടിനെ സേവിക്കണം എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മുടെ ഒരു ബാഗേജ് ആയിരിക്കും. പക്ഷേ പുതിയ ഒരു തലമുറ എനിക്കൊന്ന് അത്തരത്തിൽ എഡ്യൂക്കേഷണൽ സ്പേസിനകത്തെങ്കിലും അറ്റ്ലീസ്റ്റ് അങ്ങനൊരു ഹോപ്പുണ്ട്. പക്ഷേ എനിക്കൊന്ന് അതിനകത്തേക്കാണ് നമ്മൾ ഇനി വരേണ്ടത്. കാരണം നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മോഡേണൈസേഷൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റിയലിസത്തിൻ്റെ പ്രശ്നങ്ങൾ, സ്ത്രീ പ്രാതിനിധ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദളിത് ക്യൂർ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ ബേസിക്കലി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് ക്യാമ്പസുകൾ. പ്രത്യേകിച്ച് ഫൈൻ ആർട്സ് കോളേജ് എന്ന് പറയാൻ നമുക്കാകെ 3-4 സ്ഥലങ്ങളേ ഉള്ളൂ കേരളത്തിൽ. മലബാറിലാണെങ്കിൽ ഒരു ഫൈൻ ആർട്സ് കോളേജിൽ ഇന്ന കാലം വരെ വന്നിട്ടില്ല. വരാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം ഞങ്ങൾ ഇതുപോലെ ആർട്ട് എഡ്യൂക്കേഷനായിട്ടുള്ള പല കമ്മീഷനുകളിലും മീറ്റിങ്ങുകളിലും ശിവജി പണിക്കർ കമ്മീഷനിലൊക്കെ തന്നെ ഇത്തരം ആവശ്യങ്ങൾ അറിയിക്കുകയും അത്തരം പ്രപ്പോസലുകൾ വെക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒത്തിരി സ്റ്റുഡൻസ് ഈ ഭാഗത്തു നിന്നൊക്കെ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായിരിക്കണം നമ്മുടെ പുതിയ കല എന്നുള്ളത് നമ്മുടെ കലാവിദ്യാഭ്യാസമായിട്ടും കൂടി തന്നെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ NEPയുടെ ചുവട് പിടിച്ച് നമ്മളിപ്പോൾ സിലബസ് മാറ്റം നടന്നു. ഇപ്പോൾ കേരളത്തിൽ എനിക്കൊന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ നമ്മളാണ്, അറ്റ്ലീസ്റ്റ് കേരളത്തിൽ നമ്മളാണ് ആദ്യമായിട്ട് RLVയിലാണ് പുതിയ സിലബസ് ഇംപ്ലിമെൻ്റ് ചെയ്തത് കഴിഞ്ഞ 2 വർഷം മുമ്പേ. അപ്പോൾ അതിൻ്റെ കാരണം ഒരു കാര്യം ആലോചിക്കണം, 50 വർഷമായിട്ട് നമ്മുടെ സിലബസുകൾ മാറിയിട്ടില്ല. കഴിഞ്ഞ 50 വർഷമായിട്ട്, അതായത് എസ്റ്റാബ്ലിഷ് ചെയ്തത് മുതലുള്ള സിലബസിലാണ് കേരളത്തിലെ ഫൈൻ ആർട്സ് കോളേജുകളുടെ സിലബസ് ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ സിലബസ് ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിലും പ്രാക്ടീസ് പലതരത്തിലുള്ള ടീച്ചേഴ്സിൻ്റെ ഇടപെടലുകൊണ്ട് പുതിയ തരത്തിൽ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആസ് എ ഡോക്യുമെൻ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സിലബസ് ഒരു പഴയ സെറ്റപ്പിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ അഴിച്ചു പണിയാന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ പ്രതിസന്ധികളും ഇതുവരെ നമ്മൾ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഭയങ്കരമായി കൊളോണിയലായിട്ടുള്ള ഒരു സ്ഥലത്തെ നമ്മൾ ഡീകൊളോണിയലാക്കുക, അല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള കലാ പ്രാക്ടീസുകൾ ഉൾപ്പെടുത്തുക. അതേ സമയത്ത് ഈ പറയുന്ന NEP പോലുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന വേറെ ചില ഫ്രെയിം വർക്കുകളുണ്ട്. കാരണം അവരെന്താ പറയുന്നത്, ഇതൊക്കെ ഒരു തൊഴിൽ പരിശീലനമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇത് കഴിഞ്ഞാൽ എന്ത് പണിക്ക് പ്രാപ്തരാക്കാം എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഇന്ദ്രിയാനുഭവങ്ങളുടെ കലയാണെങ്കിൽ ഇന്ദ്രിയാനുഭവങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് തൊഴിലാക്കി മാറ്റാം എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. തൊഴിൽ ഒബ്വിയസ്ലി നമുക്ക് തൊഴിൽ വേണം. പക്ഷേ ഇതെല്ലാം കൂട്ടി നമ്മളൊരു തൊഴിൽ ശാലയിലേക്കുള്ള ആളുകളെ ഉണ്ടാക്കുന്നത് മാത്രമായിട്ട് കലാപഠനം മാറുന്നതും വേറൊരു തരത്തിൽ അപകടമാണ്. അല്ലാത്ത പലതരത്തിലുള്ള സൗന്ദര്യശാസ്ത്ര വിപ്ലവങ്ങൾ ഉണ്ടാകേണ്ട സ്ഥലങ്ങൾ കൂടിയാണ് ഫൈൻ ആർട്സ് കോളേജുകൾ. എനിക്കൊന്ന് ടീച്ചർക്കും അതിനകത്തും ചില കമൻറ്റുകൾ ഉണ്ടാവും. എങ്ങനെയായിരിക്കും നമ്മുടെ നേരത്തെ സുധീഷ് പറഞ്ഞില്ലേ, ഞാൻ 2005 തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ ചേരുന്ന സമയത്ത് ക്ലാസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത്ഭുതം ആയിരുന്നു, അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ. അത് ഒരു 5-8 കൊല്ലം കഴിഞ്ഞ് 2013 ആയപ്പോൾ ക്ലാസ്സിലൊരു 4-5 പെൺകുട്ടികൾ എന്നൊക്കെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. പിന്നെ 2016-17 ഒക്കെ ആയപ്പോഴേക്കും ക്ലാസ്സിൽ ഒരു 10-12 പിള്ളേർ പെൺകുട്ടികൾ ഉണ്ടാവാൻ തുടങ്ങി. ഇപ്പോൾ ക്ലാസ്സിൽ ചില സമയത്ത് പകുതിയിലധികവും പെൺകുട്ടികളായിരിക്കുന്ന ഒരവസ്ഥ കോളേജിലുണ്ട്. ഫൈൻ ആർട്സിലേക്ക് പെൺകുട്ടികളുടെ കടന്നുവരവ്, ഞാൻ സ്വതവേ അത് ഏത് എഡ്യൂക്കേഷനിലേക്കും പെൺകുട്ടികൾ പോകും പോലെയല്ല. പക്ഷെ ഈ വന്ന പെൺകുട്ടികളുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ പലതരം തടസ്സങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. മതപരമായ തടസ്സങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. ഇതിനെയൊക്കെ ഇവർ ഓവർകം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് നേരത്തെ സുധീഷ് പറഞ്ഞ പോലെ സിലബസ് ഒരു ഡോക്യുമെൻ്റാണ്, പക്ഷേ സിലബസ് ഒരു ഫ്രെയിം വർക്ക് കൂടിയാണ്. ആ ഫ്രെയിം വർക്ക് പലപ്പോഴും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മുന്നോട്ട് സഹായിക്കുന്നതായില്ലെങ്കിലുള്ള അപകടം പലപ്പോഴും
കോളേജിനകത്ത് അല്ലെങ്കിൽ കലാവിദ്യാഭ്യാസത്തിനകത്ത് നമ്മൾ ഒരു ഗവൺമെൻറ്റാലിറ്റിയുടെ കാത്തുസൂക്ഷിപ്പുകാരായിട്ട് മാറും. അപ്പോൾ ഈ വരുന്ന പെൺകുട്ടികളെ പോലെയുള്ള ആളുകൾ, അതായത് ആദ്യത്തെ ജനറേഷൻ ലേണേഴ്സ് മുതൽ, പെൺകുട്ടി മാത്രമല്ല, ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് ആയിട്ടുള്ള ആദ്യത്തെ തലമുറ പഠിതാക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾ വരെ നമ്മുടെ കോളേജിലുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വെറൈറ്റി ഓഫ് പീപ്പിളാണ് അവിടെ വരുന്നത്. പിന്നെ നേരത്തെ സുധീഷ് പറഞ്ഞ പോലെ തൊഴിലും വിദ്യയും അറിവും തമ്മിൽ നേർബന്ധമാണെന്ന് കരുതുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് യുക്തി മാത്രമാണ്. അതിനെ എതിർക്കാൻ ഒരു മാർഗം, ഇപ്പം കരിക്കുലത്തിൽ അതിനൊരു മാർഗം ഉണ്ടായത് എല്ലാവരും ഇത്രയ്ക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടായതല്ല. പക്ഷേ ആർട്ട് ഹിസ്റ്ററിയുടെ ഒരു കോഴ്സ് തുടങ്ങിയ സമയത്ത് തൃശ്ശൂർ അന്ന് പ്രിൻസിപ്പലായിരുന്ന ചിത്രകാരൻ മനോജ് കണ്ണൻ എൻ്റെ ഒരു പ്രത്യേക ഇനീഷ്യേറ്റീവിൽ ഒരു കാര്യം നടന്നു. നമ്മുടെ ആയിരുന്നു ആവശ്യം, ഞാനാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത്. പക്ഷേ കലാചരിത്രം പഠിക്കാൻ വരാവുന്ന ആളുകളുടെ ഏജ് ലിമിറ്റ് 26 അന്ന്. എല്ലാവരുടെയും എല്ലാ വിഷയത്തിൻ്റെയും ഫൈൻ ആർട്സ് പഠിക്കാൻ 26 വയസ്സ് വരെയുള്ള ആൾക്കാരൊക്കെ പറ്റുള്ളൂ. തമാശ എന്ന് വെച്ചാൽ 26 വയസ്സിനകത്ത് ചിലപ്പോൾ കല പഠിക്കണമെന്നൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പറ്റാത്ത ആൾക്കാരുണ്ട്, വിടില്ല. അപ്പോൾ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഒരു 40-45 വയസ്സാവുമ്പോൾ ഇനി ഞാൻ പറയണ പോലെ ജീവിക്കട്ടെ എന്ന് പറയുന്നൊരു സന്ദർഭമുണ്ട്. സ്ത്രീകളുടെ ജീവിതത്തിൽ ഇത് പലപ്പോഴും കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായി കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇനി ഞാൻ പറയണ പോലെ ജീവിക്കട്ടെ എന്ന് വരുന്നത്. ആ സമയത്ത് അവർ അതുവരെ പഠിക്കണമെന്ന് ഉദ്ദേശിച്ച കലയോ കലയുടെ ചരിത്രമോ കല എന്തെന്നുള്ള അറിവോ ഒക്കെ വേണമെന്ന് തോന്നിയാൽ അവരെങ്ങനെ വരും പഠിക്കാൻ? ഈ മനുഷ്യർക്ക് നാളെ ഒരു ജോലി കിട്ടണമെന്ന് മാത്രമല്ല ഉദ്ദേശം, ഇവർക്ക് ഇവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇവർ വരുന്നത്. അതുകൂടി വിദ്യാഭ്യാസത്തിൻ്റെ പർപ്പസ് അല്ലേ? ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സമൂഹം, ആരോഗ്യമുള്ളൊരു സമൂഹം ഉണ്ടാവുക, ഇത് നമ്മുടെ ഒരു പർപ്പസ് അല്ലേ? ഇവിടെ വർഷങ്ങളോളം ബോംബെയിൽ ജീവിച്ചിട്ട് തിരിച്ചു വന്ന ഒരു ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് കല കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ കളക്ട് ചെയ്ത കലാവസ്തുക്കൾ എന്താണ്, എവിടെയാണ്, ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അയാൾക്ക് അറിയില്ല. അവിടെയാണ് ഫൈൻ ആർട്സ് കോളേജ് വന്നിട്ട് അതിനൊരു ഫ്രെയിം വർക്ക് കിട്ടുന്നത്. പുതിയ ലോകത്തിൻ്റെ ആർക്കൈവൽ സ്റ്റഡി, ക്യൂറേഷൻ ഒക്കെ പോലെയുള്ള സംഗതികൾ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ സിലബസിലും കരിക്കുലത്തിലൊന്നും ഒരു ഇടവുമില്ല. സത്യത്തിൽ ഇപ്പോഴും സപ്പോർട്ടിങ് അല്ല ഗവൺമെൻറ്. നമ്മൾ ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ പോലും ചോദിക്കുക ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ എന്നാണ്. പിന്നെ ചോദിക്കുക നിങ്ങൾ നഴ്സിംഗ് ആണോ പഠിപ്പിക്കണേ എന്ന് ചോദിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട്. തൃശ്ശൂർ ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് വളരെ പ്രധാനപ്പെട്ട 100 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഓട്ടോ പിടിച്ച് ഫൈൻ ആർട്സ് കോളേജ് എന്ന് പറഞ്ഞാൽ എങ്ങടാ എന്ന് ചോദിക്കും. വലിയ പൊല്ലാപ്പ് ഒഴിവാക്കാൻ നിങ്ങൾക്കൊരു മാർഗ്ഗമുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ മുമ്പിലെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പറയാം സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ മുമ്പിലെന്ന് പറഞ്ഞാൽ മതി. ഇതെന്തുകൊണ്ട് വരുന്നു? അതേസമയം ബറോഡയിൽ വണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫൈൻ ആർട്സ് ഫാക്കൽറ്റി പോകണമെന്ന് പറഞ്ഞാൽ ആളുകൾ ഒരു ആദരവും കൂടിയാണ്. നിങ്ങൾ ഫൈൻ ആർട്സ് ഫാക്കൽറ്റി പോകണമെന്ന് പറയുന്ന ഒരാൾ, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ബറോഡയിൽ അങ്ങടാണോ നിങ്ങൾ പോണേ? ശാന്തിനികേതനിൽ ചെന്നിട്ട് കലാഭവനിൽ പോകുക എന്ന് പറയുന്നത് തന്നെ ഒരാളുടെ ഒരു പ്രിവിലേജാണ്. ഈ പ്രിവിലേജിൻ്റെ സ്ഥലത്തേക്ക് നമ്മുടെ കലാവിദ്യാഭ്യാസത്തിന് ഉയരാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വലിയ വീഴ്ചയായിരിക്കും. ആരോട് ചെയ്യുന്നത്? പുതിയ തലമുറയോട്. ഇത് മാത്രമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു സമയം അവസാനിച്ചു. 3 വിഷയങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ പൊതുവെ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ആയത്. ഒന്ന്, കലയുടെ മാറുന്ന കലാഭാഷകൾ, അതൊരു ഇന്ദ്രിയാനുഭവങ്ങളുടെ ഇടയിലേക്കും റിയലിസത്തിൽ നിന്നൊക്കെ മാറിയിട്ട് വസ്തുവിൻ്റെ ശരീരപരതയിലേക്കും ശരീര സന്നിഹിതത്വത്തിലേക്കും ഇൻസ്റ്റലേഷനിലേക്കും അതുമായി ബന്ധപ്പെട്ട ഭാഷകളിലേക്കൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. 2, നമ്മൾ പറഞ്ഞു വന്നപ്പോൾ വന്നത് ഒരു ഡീകൊളോണിയൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചിൻ്റെ ആവശ്യം. ഇന്ദ്രിയാനുഭവങ്ങളുടെ ഒരു സംസ്കാര ചരിത്രമാണ് കലാ സത്യത്തിൽ എന്നുള്ള ആശയം. 3-മത്തെ ഒരാശയം, കലാവിദ്യാഭ്യാസം ഈ പറയുന്ന കാര്യം, ഈ മാറ്റങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന കാര്യത്തിലും മുന്നോട്ട് പോകുന്ന കാര്യത്തിലും കലാവിദ്യാഭ്യാസത്തിൻ്റെ ഒരു പങ്ക്. ഈ 3 കാര്യങ്ങളെ ഒന്ന് നമ്മുടെ വടകരയിലെ മനുഷ്യരോടൊന്ന് പറയാൻ കിട്ടിയ സന്ദർഭം ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ചോദ്യങ്ങൾ എന്തെങ്കിലും? മുഖ്യധാര
ചിത്രകലയിൽ നിന്ന് പലപ്പോഴും ഈ കാരിക്കേച്ചറിസ്റ്റുകളെയും കാർട്ടൂണിസ്റ്റുകളെയും ഒഴിവാക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഒരുപാട് മഹാരഥന്മാരെ പേര് പറഞ്ഞിട്ട് നമ്മൾ നമ്പൂതിരിയെ പറ്റിയോ യേസിനെ പറ്റിയോ ശങ്കറിനെ പറ്റിയോ ഒരു വാക്ക് കൂടെ പറഞ്ഞു കണ്ടില്ല. ആ പ്രവണത എന്തുകൊണ്ടാണ്? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ റിയലിസത്തിൻ്റെ ഡോമിനേഷൻ, അതായത് എന്ത് സാധനവും വളരെ വിശദീകരിച്ചും വിപുലീകരിച്ചും കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചിത്രം, ഒരു മുഴുമിപ്പിച്ച ചിത്രം, കണ്ണുകൊണ്ട് കണ്ടതിൻ്റെ അതേപടിയുള്ളൊരു മുഴുമിപ്പിച്ച ചിത്രം, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഒരു ആഗ്രഹമാണ് മുഖ്യ നല്ല കല എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ചോദിച്ച പോലെ ഇതിന് നേരെ വിപരീതമായിട്ടൊരു കാര്യമുണ്ട്. സഞ്ജയൻ എന്നൊരു മാസികയിൽ MR നായർ എന്ന് പറയുന്ന നമ്മുടെ എഴുത്തുകാരൻ, ആ മാസിക നടത്തി അതിൻ്റെ എഡിറ്ററുമായിരുന്നു, എഴുത്തുകാരനായിരുന്നു, ഹാസ്യ സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രകാരനെ കൊണ്ട് വരപ്പിച്ചു മേടിച്ചൊരു ചിത്രമുണ്ട്. ആടിനെ വരച്ചാൽ പട്ടിയാകുകിൽ എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ആടിനെ വരച്ചാൽ പട്ടിയാകുന്നത് ഒരു വലിയ ഒരു ലജ്ജാകരമായ അവസ്ഥയാണ്. ആർക്ക്? പ്രതിനിധാനത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർക്ക്, അതായത് വെറും റെപ്രസെൻറ്റേഷനാണ് ലോകം എന്ന് വിശ്വസിക്കുന്നവർക്ക്. അല്ലാത്തവർക്ക് ആടിൽ നിന്ന് പട്ടിയിലേക്കുള്ളൊരു വലിയ ട്രാൻസ്ഫർമേഷൻ അവരെ സംബന്ധിച്ച് വലിയ കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതയാണ്. അപ്പോൾ ഒരു ആട് രാജാവിനെ കാണിക്കുന്ന സ്ഥലത്ത് അയാൾ പട്ടിയായി മാറിപ്പോയി എന്ന് കാണിക്കുന്നിടത്ത് ഒരു ഭരണാധികാരി പട്ടിയായി മാറിപ്പോയ കഥ കാണിക്കാൻ രസകരമാണല്ലേ? അതൊരു ഗംഭീര സംവേദന ഉണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? അതിൽ വിശദാംശങ്ങളില്ല. വലിയ കലയെന്നാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ ഒരുപക്ഷെ ഇവിടെ പൊളിഞ്ഞു പോകും. അതിനേക്കാളേറെ ഇത് നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കും. അപ്പം കാർട്ടൂണിൻ്റെ ഭാഷ തന്നെ ഈ അസ്വസ്ഥത ഉണ്ടാക്കലും ഈ പ്രതിനിധാനത്തിൻ്റെ ലോജിക്കിനെ തലതിരിച്ചിടലുമാണ്. അത് നമുക്ക് പറ്റുമായിരുന്നില്ല, നമുക്ക് താല്പര്യമില്ലായിരുന്നു. അത് ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഇടയിലേക്കാണ് ആനവാരിയും പൊൻകുരിശിനെയൊക്കെ വരച്ചിട്ട് MV ദേവമാഷ് അനായാസം കുറേ വരക്കലുകൾ ചെയ്ത് ഇവിടെ ഇരിക്കുന്ന തലമുതിർന്ന മനുഷ്യർക്ക് നല്ല ഓർമ്മയുണ്ടാവും. മാതൃഭൂമിയിൽ ആ ഇലസ്ട്രേഷൻ കണ്ടത് ബഷീറിൻ്റെ നോവല് പ്രസിദ്ധീകരിച്ച് വന്ന കാലത്ത് വളരെ അനായാസേന കാർട്ടൂൺ പോലെ സ്കെച്ചുകൾ ചെയ്തുകൊണ്ട്. പക്ഷേ ദേവമാഷ് ചെയ്ത അങ്ങനത്തെ സ്കെച്ചുകളൊക്കെ മഹത്തായ കലാസൃഷ്ടിയാണെന്നൊന്നും അന്ന് ആരും പറയുമായിരുന്നില്ല. മഹത്തായ കലാസൃഷ്ടി ആവണമെങ്കിൽ എന്തു വേണമെന്നുള്ളതാണ് പിന്നീട് മദ്രാസ് സ്കൂളിൽ നിന്ന് തിരിച്ചിവിടെ വന്ന നമ്പൂതിരിയും ASഉം ഒക്കെ ചെയ്യാൻ ശ്രമിച്ചത്. അവർ നല്ല ഹാച്ച് ചെയ്ത് ഷെയ്ഡൊക്കെ ചെയ്ത് നല്ല ഹ്യൂമൻ ബോഡിയൊക്കെ വരച്ച് അവസാനം ഇലസ്ട്രേഷൻ എന്നാൽ കഥാപാത്രത്തിൻ്റെ ശരീരവർണ്ണനയായി മാറി. പിന്നെയും ഈ ശരീരവർണ്ണന ചെയ്യുന്ന സമയത്ത് ഭാഷയിലേക്കുള്ള ഒരു കുതിപ്പിന് പറ്റിയ ഒരു ഇൻവേർട്ടഡ് ലോജിക്ക് കലാകാരൻ്റെ കയ്യിലില്ല. അത് നിഷേധിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ഭാഷാപര പ്രശ്നം കൂടി ആയിരുന്നു. കാർട്ടൂൺ വേണ്ട, കാർട്ടൂൺ ഉയർന്ന കലയല്ല, ഉയർന്ന കല പ്രൊഫൗണ്ടായിട്ടുള്ള കല എന്ന് വെച്ചാൽ അതല്ല എന്ന് പറഞ്ഞത്. പക്ഷേ ആ സ്ഥലത്തേക്ക് പിന്നെ വന്നത് രണ്ട് മനുഷ്യരാണ് നമുക്ക്. ഒന്ന് OV വിജയൻ, ഇത്തിരി നേരമ്പോക്ക് ഇത്തിരി ദർശനം. പിന്നെ അതിനേക്കാൾ കൂടുതൽ ജനപ്രിയമായത് അക്കാലത്ത് മറ്റേ വലിയ ലോകവും ചെറിയ മനുഷ്യരും, G. അരവിന്ദൻ. അപ്പോൾ G. അരവിന്ദൻ 1961 ആ കാർട്ടൂൺ പോലെ നമ്മൾക്ക് തോന്നിച്ച ഒരു നെറേറ്റീവ് കാർട്ടൂൺ, സ്ട്രിപ്പ് കാർട്ടൂൺ, ഗ്രാഫിക് നോവൽ ചെയ്തത്. പക്ഷേ ഗ്രാഫിക് നോവലുകൾ അന്ന് നമുക്ക് 61 ഉണ്ടായിട്ടുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് കോമിക്സ് പോലും യൂറോപ്പിലും ഇൻ്റർനാഷണലി പോലും ഇതിന് ശേഷമാണ് ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര രസകരമായിട്ട് ഗ്രാഫിക് ആയിട്ടുള്ളൊരു ഭാവുകത്വം കാർട്ടൂണിനെ ഉൾപ്പെടുത്തുന്ന ഒരു ഭാവുകത്വം അരവിന്ദനും OV വിജയനും ഒക്കെ കൊണ്ടുവന്നു. പക്ഷേ അരവിന്ദനെയോ OV വിജയനെയോ പറയുമ്പോൾ നമ്മൾ സിനിമയെക്കുറിച്ചും നോവലിനെ കുറിച്ചും മാത്രമേ പറയാറുള്ളൂ. അവരുടെ ഈ ഭാഷ, ഗ്രാഫിക് ഭാവുകത്വം നമ്മൾ പറയാറില്ല. അതും കഴിഞ്ഞു. വർഷങ്ങൾ നീണ്ട് ഇപ്പോൾ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ലോകത്ത് ഗ്രാഫിക് നോവലുകളുടെ വലിയ ഇൻഡസ്ട്രി തന്നെ പുറത്ത് നടക്കുമ്പോൾ മലയാളത്തിൽ ഗ്രാഫിക് നോവൽ ചെയ്യുന്ന രവിയെ പോലെയോ അല്ലെങ്കിൽ സുനിൽ നമ്പു എന്ന് പറഞ്ഞൊരു ഗ്രാഫിക് ആർട്ടിസ്റ്റ് ഉണ്ട് ഇപ്പോൾ മാതൃഭൂമിയിലൊക്കെ ചെയ്യുന്ന. ഇവരെ പോലുള്ള മനുഷ്യരൊക്കെ
സത്യത്തിൽ നമ്മൾ ഒരു കലയുടെ ഒരു മുഖ്യധാരയിലേക്ക് മനസ്സിലാക്കാൻ സാധാരണ വായനക്കാർക്ക് ഇപ്പോഴും പ്രയാസമുണ്ട്. ഈ പ്രയാസം നമ്മൾ പഠിച്ചു വന്ന ഈ പ്രതിനിധാനപരമായ ലോജിക്കിൻ്റെ, റിയലിസ്റ്റ് ലോജിക്കിനെ മറച്ചിടാനും കലയെ ഭാഷാപരമായ ഒരു 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 ഫ്ലെക്സിബിലിറ്റിയിലേക്ക് ആർട്ടിസ്റ്റ് പോകുന്നത് കണ്ടാൽ മനസ്സിലാകാനും തയ്യാറില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. അത് കുറേയൊക്കെ നമ്മുടെ ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള രവിവർമ്മയും രവിവർമ്മയുടെ പിന്തുടർച്ചക്കാരും ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന അപകടമാണ്. എനിക്ക് തോന്നുന്നു സമയം വൈകിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിക്കാം. അപ്പോൾ ഇത് അക്കാദമികമായ ഒരു ഡിസ്കഷനും കൂടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഏരിയയിൽ നിന്ന് വരുന്ന ഒരാളല്ല, പക്ഷേ സയൻസ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി സ്റ്റഡീസ് എന്നുള്ള പുതിയ, അതായത് കലയിലെ നൂതന രീതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അക്കാദമികമായി ഈ ഏരിയയിൽ വരുന്ന പുതിയ STS എന്ന് പറഞ്ഞാൽ കുറച്ച് റിലേറ്റീവ്ലി പുതിയതായിട്ടുള്ളൊരു അക്കാഡമിക് ശാഖയാണ് സോഷ്യോളജി പറ്റി. അപ്പം അതെങ്ങനെയാണ്, കാരണം ക്രാഫ്റ്റിനെ പറ്റി പറയുമ്പോഴും ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുമ്പോൾ അതൊരു ടെക്നോളജിയും കൂടിയായിട്ടാണ്, അത് എംബോഡീഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അതേപോലെ ടാസിറ്റ് ആയിട്ടുള്ളൊരു നോളജ് അവിടെയുണ്ട്, നിശബ്ദമായിട്ടുള്ള ഒരു വിജ്ഞാന പ്രൊഡക്ഷൻ അവിടെയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആർട്ട് അറ്റ് ലാർജ്, ആർട്ടിനെ എങ്ങനെയാണ് ക്രാഫ്റ്റായിട്ടും ആർട്ടിനെ എങ്ങനെയാണ് പല രീതിയിൽ എങ്ങനെയാണ് ഓരോ ഡിസിപ്ലിനുകൾ ആർട്ടിൻ്റെ പല ഭാഗങ്ങളെ എടുക്കാൻ നോക്കുകയോ അല്ലെങ്കിൽ ആ ഒരു രീതി എങ്ങനെയാണ് ആർട്ടിൽ ഫാക്കൽറ്റി ആയിട്ടുള്ള രണ്ടുപേരും കാണുന്നത് എന്നുള്ളതാണ്. ഹരിയുടെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, അത് കുറേ സംസാരിക്കാനുള്ള വിഷയമാണ്. പക്ഷേ ഞാൻ വളരെ ചുരുക്കി പറയാം. അതായത് ഇപ്പോൾ ആർട്ടിന് നമ്മൾ നേരത്തെ ടെക്നി എന്നുള്ളൊരു വാക്കുണ്ടായിരുന്നു. ടെക്നി എന്ന് പറഞ്ഞോണ്ട് അരിസ്റ്റോട്ടിലിയൻ കോൺസെപ്റ്റിനനുസരിച്ച് ടെക്നി എന്നാണ് പറയുന്നത്, ടെക്നിക്കിൻ്റെ ഒരു സാധനം. അപ്പോൾ ആർട്ട് ഒബ്വിയസ്ലി ഒരു സാങ്കേതിക, അതായത് ഒരു ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നേരത്തെ മുതൽ. പക്ഷെ നമ്മൾ സംസാരിച്ച് വന്നത് ഇന്ദ്രിയ അങ്ങനെയുള്ളൊരു സാധനത്തിലായതുകൊണ്ടാണ് ഒരു പക്ഷേ നമുക്കത് ടച്ച് ചെയ്യാതെ. പക്ഷേ സ്റ്റിൽ ടെക്നോളജി എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഇതിനൊരു കാര്യം, ഇപ്പോൾ പലതരത്തിലുള്ള ടെക്നോളജികൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ സ്വതവേ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യം AI വരുമ്പോൾ ആർട്ടിന് എന്താണ്, ഈ ചോദ്യം എല്ലായിടത്തും വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സാങ്കേതികത്തെ പറ്റി, അല്ലെ സാങ്കേതികത, പിന്നെ മറ്റേ 80-ൽ KP അപ്പൻ എഴുതുന്നുണ്ട്, എന്താണ് യന്ത്രകല നമ്മെ സംഭ്രമിപ്പിക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ യന്ത്രകല എന്ന് പറയുന്നൊരു സാധനത്തിനൊന്നും, ഞാൻ പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ ടൂളാണ് ഇതെല്ലാം. ഈച്ച് ആൻഡ് എവറി ടെക്നോളജി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ വലിയ പൊസിഷനിൽ നിർത്തിക്കൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഇപ്പം ദുഷാമ്പ് പറയുന്നുണ്ട്, നിങ്ങൾ ഓയിൽ പെയിൻറ്റ് കൊബാൾട്ട് ബ്ലൂ തിരഞ്ഞെടുക്കുന്നു, ഞാൻ അതിന് പകരം ഒരു നീല താർപ്പായ തിരഞ്ഞെടുക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയും തിരഞ്ഞെടുപ്പാണ്, എൻ്റെയും തിരഞ്ഞെടുപ്പാണ് കലയെ നിർണ്ണയിക്കുന്നതെന്ന് ദുഷാമ്പ് അന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അനലോഗ് ഒരു സിസ്റ്റം തിരഞ്ഞെടുക്കാം, ഒരു ഡിജിറ്റൽ ഡിവൈസ് തിരഞ്ഞെടുക്കാം, സ്വന്തം ബോഡി തിരഞ്ഞെടുക്കാം. സോ ആർട്ടിന് ഈ തരത്തിലുള്ള എല്ലാതരം മാധ്യമങ്ങളുമായിട്ട് പിന്നെ എന്താ പറയുക സഹവസിക്കാനും അതുമായിട്ട് സംവദിക്കാനും പറ്റും. അങ്ങനെയാണ് പുതിയ കലയിൽ ഇത്തരം ഭാഷകൾ ഉണ്ടാകുന്നത്. അതൊരിക്കലും ഞങ്ങൾ പുതിയ ടെക്നോളജി കല ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഉപരിപ്ലവമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു തരം ഏച്ചുകെട്ടായി മാറുന്നത്. പകരം ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ചണം അല്ലെങ്കിൽ നൂല് എടുക്കുന്നത് പോലെ തന്നെയുള്ളൂ നിങ്ങളൊരു ആപ്പിളിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയൊരു ഡിവൈസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അൽഗോരിതം ഉപയോഗിക്കുന്നത്. അൽഗോരിതം ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ കൂടി പറയാൻ നിർത്താം. ഈ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടില്ലേ ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഈ ബ്ലോക്കാകുന്ന സ്ഥലത്ത് റെഡ് മാർക്ക് കാണിക്കുന്നത്. അതിൻ്റെ അതിൻ്റെ പിന്നിലുള്ള സങ്കേതം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഈ ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ കാണിക്കുന്ന ആ തിരക്കാണ്. അതിലൂടെയാണ് ആ ഡാറ്റ വെച്ചിട്ടാണ് ഈ റെഡ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, പേര് ഞാൻ മറന്നത്, വാക്കർ ഇവാൻസ്, അങ്ങനെ ഒരു ആർട്ടിസ്റ്റ്. ഈ ആർട്ടിസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഉന്തുവണ്ടി നിറയെ ഒരുപാട് മൊബൈൽ ഫോൺ ഇട്ടിട്ട് അയാൾ യാത്ര ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ സ്ഥലം മുഴുവൻ ട്രാഫിക് ബ്ലോക്കായിട്ട് കാണിക്കുകയും ആളുകളൊക്കെ വേറെ വഴിക്ക് തിരിച്ചു പോവുകയും ചെയ്തു. എന്നിട്ട് ഇയാൾ ഈ ഉന്തുവണ്ടി ഉരുട്ടി പോവുക ചെയ്തത്. അപ്പോൾ ഈ ടെക്നോളജിയെ എതിർക്കാനും ടെക്നോളജിയെ എന്താ ചെയ്യുക ക്രിട്ടിക്ക് ചെയ്യാനും ആർട്ടിസ്റ്റിന് പറ്റുന്നുള്ളതാണ്. ഇത് ഡിജിറ്റൽ ആർട്ടാണത്. കാരണം അയാൾ യൂസ് ചെയ്തത് അൽഗോരിതം ഈ ഡാറ്റയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പെർഫോമൻസ് ആൾ ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ ന്യൂയോർക്കിൽ ഗൂഗിളിൻ്റെ ആസ്ഥാനത്തിന് മുമ്പ് കൂടിയായിരുന്നു എന്നുള്ളതാണ് വേറൊരു തമാശ. സോ ടെക്നോളജി എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിന് പലതരം അർത്ഥങ്ങളുണ്ട്, പലതരം
പ്രപ്പോസലുകളുണ്ട്. ഒരിക്കലും എന്തല്ല, ഇത് നമ്മൾ ഒരു വീട് പണിയുമ്പോൾ സിമെൻറ്റും കമ്പിയും പോലെയല്ല ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ടെക്നോളജി എന്ന് പറയുന്നത് ഒരു നമ്മുടെ അനേകം കൃതി ഘടകങ്ങളിൽ ഒന്ന് മാത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ചോദ്യം നമ്മളെ ഒരിക്കലും ഭയപ്പെടുത്തുന്നതല്ല എന്ന് മാത്രം പറയുന്നു. 2 വാചകം. ഇത് ഈ പറഞ്ഞതിൽ അദ്ദേഹം ഉപയോഗിച്ച സാധാരണഗതിയിൽ ഒരു ട്രാഫിക് ബ്ലോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് മൾട്ടി മോഡൽ ആയിട്ടുള്ളൊരു ലാംഗ്വേജ് മോഡലാണ്. ഈ ലാംഗ്വേജ് മോഡൽ പഠിക്കുന്ന ഒരു ടെക്നോളജി പേഴ്സൺ അയാൾ ജീവിതത്തിൽ അയാൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയെ തന്നെ ഒന്ന് വിമർശിക്കുകയാണെങ്കിൽ അയാളും യാത്രകൾ ചെയ്യുന്ന ആളാണ് അല്ലേ. ആ ആൾക്ക് ഇപ്പുറത്ത് വന്നിട്ട് ഇതേ കാര്യത്തിന് ഇതിൻ്റെ യുക്തി ഇതാണെങ്കിൽ ആ യുക്തി അനുസരിച്ച് റോട്ടിൽ കൂടെ പോണ ആളുകളെ പറ്റിക്കാനും പറ്റും എന്നുള്ളത് അറിയുന്നതാണ് അതിൻ്റെ ഹ്യൂമാനിറ്റീസ് വശം. ഇതിൻ്റെ ടെക്നോളജി വശവും ഹ്യൂമാനിറ്റീസ് വശവും. അതായത് പണ്ടേ അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോലെ കുടമുണ്ടാക്കുന്നവന് കുടമുണ്ടാക്കാൻ അറിഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങളൊന്നും അയാൾ അന്വേഷിക്കേണ്ട, നീതിയുടെ ചോദ്യങ്ങളൊന്നും അയാൾ ചോദിക്കേണ്ട എന്നാണ് അരിസ്റ്റോട്ടിലിനായിട്ടുള്ള തത്വം. പക്ഷേ ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ ഉണ്ടാക്കാൻ അറിയുക എന്ന് പറയുന്നത് മേക്കിംഗ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മെയ്ഡ് ഒബ്ജക്റ്റ് സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണു എന്നുള്ളത്. സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എത്ര ആത്യന്തികമായ ഇമ്പോർട്ടൻസ് ഉള്ള സംഗതിയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കാര്യം. താങ്ക് യു. ഈ സെഷനിൽ നന്ദി അർപ്പിക്കുന്നത് ബാബു ബാലവാടി. ഈ വേദിയിൽ ചിത്രകലയിലെ നൂതന പ്രവണതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ ലളിതമായി അവതരിപ്പിച്ച ബഹുമാന്യ കവിതാ ബാലകൃഷ്ണൻ അവർക്ക് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ പേരിൽ ആദരവോടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം മോഡറേറ്ററായി വന്ന ബഹുമാനപ്പെട്ട സുധീഷ് കോട്ടമ്പ്രം അവർക്കും ഒരുപോലെ ചർച്ചയിലേർപ്പെട്ട കോട്ടപ്പുറം സുധീഷ് അവറുകൾക്കും കടത്തനാട് ഫെസ്റ്റിൻ്റെ പേരിൽ ആദരവോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സദസ്സ് സമ്പുഷ്ടമാക്കിയിരിക്കുന്ന ഓഡിയൻസിനും നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇതിൽ സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട CK വിശ്വനാഥൻ അവറുകൾക്കും നന്ദി രേഖപ്പെടുത്തി ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സേഴ്സ്. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ വേദി 2-ൽ അടുത്തതായി നടക്കാൻ പോകുന്നത് എൻ്റെ നാടക ജീവിതം എന്ന സെഷനാണ്.